ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതും ഒരു അമൃതം പൊടി വിഭവം തന്നെയാണ്. അപ്പോൾ അമൃതം പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബിസ്ക്കറ്റാണ് ഇന്നത്തെ ഐറ്റം. അപ്പോൾ വീട്ടിൽ അമൃതം പൊടിയൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഇതുപോലെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുകയും ചെയ്യും. പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്തായാലും അതുപോലെ തന്നെ വൈകുന്നേരം നല്ല ചൂടുള്ള കട്ടൻ്റെ കൂടെയൊക്കെ കുറച്ചിരിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അമൃതം പൊടി പെട്ടെന്ന് കാലിയാവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബിസ്ക്കറ്റ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഇപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അമൃതം പൊടിയിൽ ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടാവും. ഇപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഞാനിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്കൊരു പിഞ്ച് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അത് രണ്ടും നിർബന്ധമൊന്നുമില്ല, രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഓയിലാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചൂടുവെള്ളമൊന്നുമല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, സാധാരണ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ചേർത്തിട്ടാണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഇനി ഇത് 2 ബോൾസാക്കി മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഓരോ ബോൾസാക്കി എടുത്തിട്ട് ഒരു പത്തിരി പ്രസ്സിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് കട്ടി കുറഞ്ഞു പോവുകയും വേണ്ട, എന്നാൽ നല്ല കട്ടിയായിട്ടും വേണ്ട, ഒരു പാകത്തിന് ചെറിയൊരു കട്ടിക്ക് ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതൊരു കത്തി വെച്ചിട്ട് ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഓരോന്നായിട്ട് റൗണ്ടിൽ അങ്ങനെ പരത്തിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് എടുത്തിട്ട്, അപ്പോൾ ഇത് ഇത്രയും കനത്തിലാണ് കേട്ടോ പരത്തി എടുത്തിട്ടുള്ളത്. ഒരുപാട് കട്ടിയായിട്ട് പോവേണ്ട, അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തോന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാതൊന്ന് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലും കൂടെ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും, കറക്റ്റായിട്ട് വെന്ത് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 ഭാഗവും നന്നായിട്ട് ബ്രൗൺ കളറായി കിട്ടുന്നവരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് കൂടുതൽ ടൈമൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും ബ്രൗൺ കളറായി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് തന്നെയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് കുറച്ചിരിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.